ഹലോ ഓൾ, വെൽക്കം ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണ് കാണണ്ടേ? ഈ വീഡിയോ ഫുള്ളും മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതെന്താ പേപ്പറൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ പേപ്പർ എന്തിനാണ് കീറിയിരിക്കുന്നത്. അത് കുറച്ചധികം പേപ്പേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ വീഡിയോ ആണ്. അപ്പം എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മുടെ ഒരു ഡോഗ് ഡെലിവറി ആവാൻ പോവുകയാണ്. ഈവൻ വിത്തിൻ സം അവേഴ്സ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ്. പപ്പീസിന് കിടക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തു. ഇനി കുറേ കട്ട് ചെയ്യാനും ഉണ്ട്. ബാസ്ക്കറ്റ് എടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഓൾറെഡി കട്ട് ചെയ്ത് കുറച്ച് പേപ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. അല്ലാണ്ടൊരു വലിയ ഷീറ്റ് ഓഫ് പേപ്പർ വെച്ചിട്ടുണ്ട്. അടിയിലൊരു ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ഇതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പപ്പീസിന് ഇടുമ്പം ആദ്യമൊക്കെ കുറച്ച് വെറ്റായിരിക്കും. പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പം വെറ്റ്നെസ്സൊക്കെ പെട്ടെന്ന് മാറും. പിന്നെ നമ്മൾ കുറച്ച് ക്ലോത്ത്സൊക്കെ എടുത്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ കാരണം സിസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊപ്പിൾ കൂടിയൊക്കെ കട്ട് ചെയ്യാനായിട്ടുള്ള സിസേഴ്സ്, ത്രെഡ് എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. ഗ്ലൗസ് എല്ലാം ഉണ്ട്. ഞാനെല്ലാം കാണിച്ചു തരാം. അതെ, ഡോഗിൻ്റെ ഒരു ഡെലിവറി ടൈമിന് നമുക്ക് പപ്പീസിനെ കട്ട് ചെയ്യാൻ ഒക്കെ ആവശ്യം, കൊപ്പിൾ കൂടി കട്ട് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള സിസേഴ്സും ത്രെഡും കുറച്ച് അങ്ങനത്തെ ഇഷ്ടംപോലെ ഗ്ലൗസും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ. കാരണം നമുക്കറിയില്ല, നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണമല്ലോ. ഒരു പപ്പിക്ക് തന്നെ യൂസ് ചെയ്താൽ അടുത്ത പപ്പിക്ക് യൂസ് ചെയ്യാനും പാടില്ലല്ലോ. പിന്നെ നമ്മുടെ മദർ ഡോഗിന് ഈ ഒരു ടൈമിൽ വളരെ വേണ്ട ഒരു സംഭവമാണ് ഗ്ലൂക്കോ വാട്ടർ, അതുപോലെ കരിക്ക് വെള്ളം. ചില ആൾക്കാർ പാല് വെള്ളമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ കരുതിയിരിക്കണം. അതൊക്കെ കരുതിയിട്ടുമുണ്ട്. നല്ല ടെൻഷനുണ്ട്. കാരണം ഇത് ഡോഗിൻ്റെ ഫസ്റ്റ് ഡെലിവറി അല്ല, പക്ഷേ ഈ ഡോഗിൻ്റെ ഇതൊരു ഫസ്റ്റ് ഡെലിവറിയാണ്, അതും എൻ്റെ കൈ വന്നിട്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു 60 days ആയിട്ടുണ്ട്. അപ്പോൾ ഡോഗിനെ നമുക്ക് കാണാം. ആളിതേ ഇരിക്കുക കേട്ടോ. മിയ, ഈ ഒരു സ്നേഹവും സപ്പോർട്ട് എവിടെ കിട്ടും അല്ലേ? അങ്ങനെ പപ്പീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. മേ ബി വരുമായിരിക്കും. ഞാനത് പപ്പീസിൻ്റെ ആ ഡെലിവറി വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. ടെൻഷൻ ഉണ്ടാവും എനിക്ക് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. പ്രത്യേകിച്ച് എല്ലാവർക്കും കുറേ പേര് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോയിട്ടുണ്ടാവുമല്ലോ. ഹായ് ഓൾ, എനിക്ക് വേണ്ടി എൻ്റെ ഡോഗിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ച എല്ലാവർക്കും താങ്ക്സ്. കാരണം കഴിഞ്ഞ ഒരു വീഡിയോ ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ടാവുന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ് ഒക്കെ ചെയ്തു. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ. അങ്ങനെ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ക്ലിനിക്കിൽ ഞങ്ങൾ സ്കാനിങ് റൂമിലോട്ട് കയറി. ഒരാളും എന്നെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടുത്തെ തന്നെ നേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്കാനിങ്ങിൻ്റെ വേറെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഹാൻഡിൽ ചെയ്തത്. ബേബീസിനെ കാണിച്ചു സ്കാനിങ്ങിലൂടെ. പിന്നെ നമുക്ക് കൗണ്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അത് ഡോക്ടറിന് ചിലപ്പോൾ അറിഞ്ഞാലും അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാ പപ്പീസും ഹെൽത്തിയാണ്, എല്ലാവരുടെ ഹാർട്ട് ബീറ്റ്സൊക്കെ ഓക്കെയാണ്, ആർക്കും ഒരു പ്രശ്നമില്ല. പിന്നെ ഡെലിവറി മേ ബി ഒരല്പം കോംപ്ലിക്കേഷൻസ് ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡെലിവറിക്ക് ആ സിംറ്റംസ് കാണിച്ച ഒരു 2 മണിക്കൂറിനകത്തായിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റ് എനി ടൈം. പിന്നെ സ്കാനൊക്കെ ചെയ്ത് വന്നു. ആൾ നല്ല ടയേർഡാണ്, നന്നായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു കാര്യം കണ്ടതുകൊണ്ടും അങ്ങനത്തെ ഒരു ന്യൂസ് അറിഞ്ഞുകൊണ്ട് കുറച്ചൊന്ന് ഹാപ്പിയാണ്, കുറച്ചൊന്ന് സാറ്റിസ്ഫൈഡാണ്. ആ ഒരു ടെൻഷൻ കുറച്ചൊന്ന് പോയിട്ടുണ്ട്. ഇനി ബേബീസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഡോഗ് ഇപ്പോൾ കുറച്ച് നേരമായിട്ട് എന്താ പറയുക, ഭയങ്കര ടയേർഡാണ്. പക്ഷേ ഉറക്കമൊന്നുമല്ല, ആൾക്ക് ഉറക്കം വന്നാലും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം ആൾക്ക് പെയിൻ ഉണ്ടെന്ന് തോന്നുന്നു, നന്നായിട്ട് കിതയ്ക്കുന്നൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. കണ്ട, ആൾ നന്നായിട്ട് അണയ്ക്കുന്നുണ്ട്. ഫുള്ളിങ്ങനെ ഇരിക്കുകയാണ്, നല്ല ബ്രീത്തിങ് എടുക്കുന്നുണ്ട്. ആദ്യം ഫുഡൊന്നും ഇങ്ങനെ കഴിക്കുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഡെലിവറിക്ക് എന്തോ അടുക്കാറായി എന്ന് തന്നെയാണ് തോന്നണം. മേ ബി ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ ഉണ്ടാവും. കുറച്ച് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കാൻ കരുതി. എൻ്റെ ഫീമെയിൽ ഇങ്ങനെ ഒരു ഡിസ്ചാർജ് ആദ്യം വന്നു. അതിന് ശേഷമാണ് ഒരു ബ്ലാഡർ പോലെ അത് പൊട്ടിയത്. അത് കുറച്ച് ടൈം എടുത്തിട്ടാണ് അങ്ങനെ ആയത്. അതിന് ശേഷം പുള്ളിക്കാരിക്ക് ഈ പെയിൻ ഉണ്ടായിരുന്നു. ഇരിക്കുക,
എന്ന് മാത്രമല്ലാണ്ട് കിടക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഫുള്ള് റെസ്റ്റ്ലെസ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഫസ്റ്റ് പപ്പി വരുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒന്ന് നന്നായിട്ട് നോക്കി അറിയാൻ പറ്റും. അവിടെ ഒരു ബൾജിങ് കണ്ടോ, മനസ്സിലാവും, വാലിൻ്റെ അടുത്ത്. അതെ, അവിടെയാണ് നമ്മുടെ പപ്പീസ് ഓൾറെഡി വന്ന് നിൽപ്പുണ്ട്. ഇനി അത് പുറത്ത് എടുക്കാനായിട്ടുള്ള ഒരു വിമിഷ്ടത്തിലാണ് പുള്ളിക്കാരി. സ്ഥലം നോക്കുന്നു. ഞങ്ങൾ ഒരുക്കിയ സ്ഥലത്തൊന്നും അല്ല പുള്ളിക്കാരി ഡെലിവറിക്കൊക്കെ നിന്നത്, ബ്രേക്ക്ലെസ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ശരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ പപ്പി കിട്ടി. ഓക്കെ ആയി, എല്ലാം ക്ലീൻ ചെയ്തു കറക്റ്റായിട്ട്. പപ്പിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യം പപ്പി ഒന്ന് ഡെഡായതുപോലെയായിരുന്നു വന്നത്. പിന്നെ അതിനുശേഷം 3 പപ്പീസ് അടുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂറിലാണ് 3 പപ്പീസ് കിട്ടിയത് കേട്ടോ. പിന്നീട് ഞങ്ങൾ ആളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി. പിന്നെ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി തടവി. ആളുടെ ഒപ്പം തന്നെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. എല്ലാ കാര്യവും മദർ ഡോഗ് തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ പുള്ളിക്കാരൻ തന്നെ എല്ലാം കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി അറിയില്ല എത്ര പപ്പീസ് കഴിഞ്ഞു എന്നാണ് തോന്നണം. അതിപ്പോൾ ഓക്കെ ആയിരിക്കുന്നുണ്ട്. നല്ല നല്ല പെയിൻ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? അടുത്ത വീഡിയോ. പപ്പി ഡൈ ആയിപ്പോയി ഗൈസ്. അറിയില്ല എന്താന്ന്. കുറച്ച് ടൈം എടുത്തായിരുന്നു ആ പപ്പി വരാനായിട്ട്. അതിനുശേഷം പിന്നെ വന്നപ്പോൾ ഡൈ ആയിട്ടാണ് വന്നത്. മാക്സിമം നോക്കി ഹെൽപ്പ് ചെയ്യാനായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ, പക്ഷേ നടന്നില്ല. പാവം ഗൈസ്, ഒത്തിരി ടയേർഡായിട്ട് ആൾ കിടന്ന് ഉറങ്ങുകയാണ് പാവം. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് 2 പപ്പീസ് പോയി. ഇതാണത്, 2 ഫീമെയിൽ പപ്പീസായിരുന്നു. വേറൊരു പപ്പീസ് മരണത്തിനിങ്ങനെ മല്ലിടുകയായിരുന്നു. ബാക്കിയുള്ള പപ്പീസിനൊക്കെ നമ്മളിങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്തും. ഈ പപ്പിയും മല്ലിട്ട പപ്പിയും ഡെഡായി പോയി ഗൈസ്. ഇപ്പം എൻ്റെ ഡോഗിൻ്റെ ഡെലിവറിയും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടാണ്. അതിനെ കണ്ടിന്യൂഷനായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഒത്തിരി ടയേർഡായിരുന്നു. ഈ ഡെലിവറി ടൈമിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഹാൻഡിൽ ചെയ്തത്. ഇപ്പോൾ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം കുറച്ചുകൂടി ഞാനവിടെ നിൽക്കേണ്ടി വന്നു ഇത്രയും നേരം. ഇപ്പോഴാണ് ഞാനൊന്ന് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചത്. ഇപ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ സമയം കറക്റ്റ് 1 മണിയായി. ഇനി 3-3:30 ആകുമ്പോൾ അടുത്തത് ഇവർക്ക് പാൽ കൊടുക്കണം കുട്ടികൾക്ക്. അപ്പം അങ്ങനൊരു സെറ്റപ്പിൽ നിൽക്കുകയാണ്. ഡെലിവറി ഒന്നും അധികം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നില്ല, പക്ഷെ എന്നാലും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ടോട്ടൽ 8 പപ്പീസ്, 8 ലാബ്രഡോർ പപ്പീസാണ് നമുക്ക് കിട്ടിയത്. അതിൽ മെയിലും ഫീമെയിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ലൈവായിട്ടുള്ളത് 5 ലാബ്രഡോർ പപ്പീസാണ്. 3 എണ്ണം നമുക്ക് നഷ്ടപ്പെട്ടു. 2 എണ്ണം ഡെലിവറി എന്താ പറയുക, പപ്പീസ് ഇറങ്ങിയ സമയത്ത് തന്നെ ഡെഡായിരുന്നു. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് രക്ഷിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു പപ്പി ഇറങ്ങി ഒരു 1 hour കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ബ്രീത്തിങ് കിട്ടാണ്ട് ഇങ്ങനെ വാ തുറന്ന് എന്തോ ബുദ്ധിമുട്ടായി, അങ്ങനെയായിരുന്നു അത് ഡെഡായത്. ഉള്ളതിലും മെയിലും ഫീമെയിലും ഉണ്ട്. 5 പപ്പീസാണ് ഉണ്ട്. ആ 5 പപ്പീസ് ഇപ്പം ഓക്കെയാണ്. നന്നായിട്ട് നമ്മളും കെയർ കൊടുക്കുന്നുണ്ട്. നമ്മൾ നോട്ട് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഫീമെയിലിനും ഫീഡ് ചെയ്തു. ഫീമെയിലും നല്ല ഇത്രയും നേരമായിട്ട് ഉച്ചയ്ക്ക് തൊട്ട് ഈ സമയം വരെ ഉറങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് ഒന്ന് ഉറങ്ങാനായിട്ട് ആളെ മാറ്റി കിടത്തിയിരിക്കുന്നത്. ഇനി പാല് കൊടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് എഴുന്നേറ്റാൽ മതി. ദൈവം സഹായിച്ചു. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഞങ്ങൾക്ക് ഫീമെയിലിന് 5 പപ്പിയും കിട്ടി, 3 പപ്പി നഷ്ടപ്പെട്ടു. പക്ഷേ കുഴപ്പമില്ല. എന്താ പറയുക, അറിയില്ല എന്താ പറയണമെന്ന്. കാരണം എന്തായാലും നമ്മുടെ ഡോഗും പപ്പീസിനെയും നമുക്ക് കിട്ടിയല്ലോ കുറച്ചെങ്കിലും, അത്രയേ ഉള്ളൂ. ഉള്ളതിലും മെയിലും ഫീമെയിലും ഉണ്ട്. 5 പപ്പീസാണ് ഉണ്ട്. ആ 5 പപ്പീസ് ഇപ്പം ഓക്കെയാണ്. നന്നായിട്ട് നമ്മളും കെയർ കൊടുക്കുന്നുണ്ട്. നമ്മൾ നോട്ട് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഫീമെയിലിനും ഫീഡ് ചെയ്തു. ഫീമെയിലും നല്ല ഇത്രയും നേരമായിട്ട് ഉച്ചയ്ക്ക് തൊട്ട് ഈ സമയം വരെ ഉറങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് ഒന്ന് ഉറങ്ങാനായിട്ട് ആളെ മാറ്റി കിടത്തിയിരിക്കുന്നത്. ഇനി പാല് കൊടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് എഴുന്നേറ്റാൽ മതി. ദൈവം സഹായിച്ചു. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഞങ്ങൾക്ക് ഫീമെയിലിന് 5 പപ്പിയും കിട്ടി, 3 പപ്പി നഷ്ടപ്പെട്ടു. പക്ഷേ കുഴപ്പമില്ല. എന്താ പറയുക, അറിയില്ല എന്താ പറയണമെന്ന്. കാരണം എന്തായാലും നമ്മുടെ ഡോഗും പപ്പീസിനെയും നമുക്ക് കിട്ടിയല്ലോ കുറച്ചെങ്കിലും, അത്രയേ ഉള്ളൂ.
കാരണം ഇത്രയും പപ്പീസ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതില്ല. കാരണം സ്കാനിങ്ങിന് പോയപ്പോൾ പോലും ഞാൻ 2-3 പപ്പീസ് ആ ഒരു ഇതിൽ കണ്ടോളൂ എൻ്റെ ഇതിൽ. പിന്നെ ഡോക്ടർ എനിക്ക് 2-3 പപ്പീസിനെയാണ് അതിനകത്ത് കാണിച്ചു തന്നത്, ഹാർട്ട് ബീറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ. ഇപ്പം നോക്കിയപ്പോഴത്തേക്ക് 8 പപ്പീസ് ഉണ്ടായിരുന്നു. വിചാരിച്ചതിലും കൂടുതൽ തന്നെ ആയിരുന്നു. അതിലും ആണ് 3 പപ്പീസ് പോയത്. ഇപ്പം ഡെഡായതിൽ 3 ഫീമെയിൽ പപ്പീസും ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ മെയിലും ഫീമെയിലും മിക്സ്ഡ് ആയിട്ട് ആണുള്ളത്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ തരാം. സോ ഇതാണ് മിയയുടെ ഡെലിവറി വിശേഷം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അതുപോലെ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലും ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ. സോ ബൈ ഫ്രം കിരൺ ഡോഗ്സ്. ഇനി പെൻസിലിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം കിരൺ ഡോഗ്സ്.